ഞാൻ ഈ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. സന്തോഷം. ഇന്നൊരു അടപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കതിൻ്റെ പണിപ്പുരയിലേക്ക് കിടക്കാം. നമുക്ക് ശർക്കര ഒന്ന് ചീകി വെച്ച് നോക്കട്ടെ. നമുക്കിനി അട ഒന്ന് വേവിച്ചെടുക്കാം. അടത്തിൽ കിടന്നൊന്ന് വേവട്ടെ. വെള്ളത്തിൽ കുതിർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. നമുക്ക് ഈ ശർക്കരപ്പാനി ഈ ഇതിലേക്ക് ഒഴിച്ച് അങ്ങനെ 4 മണി പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫൈനലിലെത്തിയ ആളാണ് സീമ. ഇതിന് പേരെന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഞങ്ങൾ അവിടേക്കൊന്നും അങ്ങനെ ഈ അടപ്രഥമ അപൂർവമായിട്ട് അങ്ങനെ നല്ല അടയാണ്. നിങ്ങളുടെ സൈഡിലൊക്കെ പാലട അല്ലേ? ചെറിയ പക്ഷെ ഇത് പെട്ടെന്ന് വെന്തു, എല്ലാ കാര്യങ്ങളും കിട്ടി. അപ്പൊ സ്ട്രക്ചറും ശരിക്കും. എന്നാലും പിന്നെ അടപ്രഥമൻ എന്ന് പറയുമ്പോൾ ഈസി അല്ല ശരിക്കും. അല്ല, അതിന്റെ ആ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് ആയിട്ടില്ലെങ്കിലും മറ്റുള്ള പായസം ഉണ്ടാക്കുന്ന പോലെയല്ല. പാലട ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് എളുപ്പമാണ്. ഇതിന് കുറച്ച് പ്രയാസമാണ്. നെയ്യ് അധികം കൂടാനും പാടില്ല, എന്ന് തീരെ അല്ലാതിരിക്കാനും പാടില്ല. മധുരം അതുപോലെ അതെ, കൺസിസ്റ്റൻസി. അതെ. മറ്റേ പാൽപ്പായസത്തിലാകുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇതിലത് പറ്റില്ല. നമ്മൾ ഈസി എന്ന് വിചാരിച്ചാൽ അത് കാര്യം നടക്കില്ല. അപ്പൊ എന്തായാലും ഇത് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും ഇത് 6 പേരെയും കൂടെ നോക്കിയിട്ട് ഫൈനൽ ആര് ഡിസേർവ് ചെയ്യുന്നു അവർക്ക് പായസം ഇതുവരെ എത്തി. അത് തന്നെ വലിയൊരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓണത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടപ്രഥമൻ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഞാനൊരു നുള്ളു ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കുറച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്കൊരു ഈ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.